അപ്പോൾ സിമ്പിളായിട്ടൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അതിന് ഞാൻ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഓട്സ് എന്ന് പറയുമ്പം ഹൈ റിച്ച് ഓട്സാണിത് കേട്ടോ. അതായത് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് നോക്കിക്കാൻ നിങ്ങൾ ബനാന, അതുപോലെ തന്നെ മൾബെറി, ഗ്രേപ്സ്, സ്ട്രോബെറി കണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തുണ്ട്. നല്ല ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ഫുഡ് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കുറച്ച് കട്ടിപ്പാലല്ല, അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ഈ ടോണ്ട് മിൽക്ക് ആകുമ്പോഴേ, ടോണ്ട് മിൽക്ക് ഇതാകുമ്പോൾ ഉണ്ടല്ലോ നല്ല കട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ചൊരു വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാലൊന്ന് തിളക്കട്ടെ. അടുപ്പ് കത്തിക്കാന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇതല്ലേ ഉള്ളൂ മാർഗം. അപ്പം അതങ്ങനെ വെച്ചു തിളക്കട്ടെ. നേരത്തെ പൊട്ടിച്ചു ഉപയോഗിച്ചാണ് കുറച്ച് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. എടുത്തതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് ഉണ്ടാവും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരം ഉണ്ട്. അത് ഫ്രൂട്ടിൻ്റെയാണ് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെയാണ്. ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിനകത്ത് കൂടുതൽ. ഇതിന് എത്രയാണെന്ന് വില എത്രയാണെന്ന് അത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തീയങ്ങ് ഓഫാക്കല്ലേ, ചിലപ്പോൾ തിളച്ചങ്ങ് തൂവി പോകുമേ. കുറച്ച് ഓഫാക്കട്ടെ. ഓഫാക്കുവാണേ. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു സംഭവം ഇത് ചെറിയൊരു തവിയിട്ടാണ് എടുക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ഫോണിരിക്കുക. ഇത് കണ്ട, ഇതാണ് സംഭവം. ഇതിനകത്ത് പീനട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇട്ട് കുറച്ചുകൂടി ഇത് ഇങ്ങനെ തിളച്ച് വേണമെന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ അങ്ങ് കുറിയിക്കോളും. കുറച്ച് കഴിക്കുമ്പോൾ കാണും. പാലിൻ്റെ പാത്രത്തിൽ അത് ഇട്ടത് കൊണ്ട് ഇങ്ങനെ ഓണാക്കി ഇട്ടിരിക്കുകയാണ്. ശരിക്കും അത് കത്തുന്നില്ല. അതായത് ശരിക്കും ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ ഓണാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഫ്ലെയിമില്ല. ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീ ആകണമെങ്കിൽ ഇവിടെ സംഭവം, തീയല്ല ചൂട് കിട്ടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സംഭവം പ്രസ് ചെയ്യണമല്ലോ. കണ്ടോ, അങ്ങനെ ആവുള്ളൂ. അല്ലെങ്കിൽ ഓഫാക്കി ഇങ്ങനെ കുറുക്കുക. ഇതിങ്ങനെ കുതിരുമ്പോൾ ഇതങ്ങ് കട്ടിയാവും കേട്ടോ. ഇതിങ്ങനെ കുതിർന്ന് വരുമ്പോൾ കട്ടിയാവും. ഞാനിപ്പോൾ തിളപ്പിക്കുന്നില്ല, ഉണ്ട് ചുമ്മാ ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ. പാല് തിളച്ചതല്ലേ, അതിനകത്ത് ഇളക്കി കൊടുക്കുന്നതേ. അപ്പം ഇതിപ്പോൾ ഈ പരുവത്തിൽ ഇങ്ങനെ കേട്ടോ, തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഈ പരുവത്തിലായി. ഇനിയിപ്പോൾ ശകലം തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകും, സെറ്റാവും. ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ഇതിനകത്തുള്ളത്, അപ്പം സെറ്റാവും. അപ്പോൾ കാണിക്കാം. ഇതിനിപ്പോൾ ഇങ്ങനെ ഒത്തിരി കട്ടിയാവാതെ ലൂസായിട്ട് ഡ്രിങ്ക്സ് പോലെ കുടിക്കണമെങ്കിലും കുടിക്കാം. ഇതങ്ങ് കുതിരുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ തണുക്കുമ്പോഴേ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തണുത്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. കണ്ടല്ലോ, ഇത് ഇച്ചിരി തണുക്കണം. തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകും, ഇച്ചിരി കൂടെ ഒന്ന് സെറ്റാവും. അപ്പം നമുക്ക് സ്പൂൺ കൊണ്ട് കുറേശ്ശെ കോരി കഴിക്കാം. പെട്ടെന്ന് നമുക്ക് ഈ ക്ഷീണം മാറും. അതുപോലെ തന്നെ ഒന്ന് ഹെൽത്തി ആവും, നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. ബൈ.